തിരുവനന്തപുരത്ത് ആര്യനാട് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശ്രീജയുടെ പൊതുദർശനം പൂർത്തിയായി. ആര്യനാട് ജംഗ്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പൊതുദർശനം. CPIM പ്രവർത്തകരുടെ അധിക്ഷേപങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ആര്യനാട് കവലയിലെ പ്രതിഷേധം അക്രമാസക്തമായി. CPIM ഫ്ലെക്സുകൾ കോൺഗ്രസുകാർ നശിപ്പിച്ചു. ഹാൻസ് ജോൺ ചേർന്നു വിവരങ്ങളുമായി. ഹാൻസ്, വലിയ പ്രതിഷേധം തന്നെ അവിടെ നടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ, FIR സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി? ലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മരണപ്പെട്ട ശ്രീജയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആര്യനാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചത്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ പൊതുദർശനത്തിനായി ആ സമയത്ത് എത്തിച്ചേർന്നിരുന്നു. ഭൂരിഭാഗവും കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. CPM നേതാക്കളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ, CDS ചെയർപേഴ്സൺ സുനിത, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിഷോർ എന്നിവരെ അറസ്റ്റ് ചെയ്യും വരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്കായി ആര്യനാട് ജംഗ്ഷനിൽ ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആര്യനാട് ജംഗ്ഷനിൽ നിന്ന് 3 ഭാഗത്തേക്കുള്ള നെടുമങ്ങാട്, കാട്ടാക്കട, പൊന്മുടി ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി റോഡ് എല്ലാ വശത്തു നിന്നും ഉപരോധിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. CPM നേതാക്കളായിട്ടുള്ള ഈ 4 പേരുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ പ്രവർത്തകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CPMന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ശ്രീജയ്ക്കെതിരെയായിരുന്നു ആ പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൽ ശ്രീജ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം തട്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക കൊള്ള നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ഉണ്ടായ മനോവിഷമത്തിൽ ശ്രീജ ജീവനൊടുക്കി എന്നുള്ളതാണ് പ്രധാന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ അരുവിക്കര MLA ആയിട്ടുള്ള G. സ്റ്റീഫനെതിരെയും കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. MLA എന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇതിനെതിരെ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രവർത്തകർ അടക്കം ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശ്രീജയുടെ മൃതശരീരം ആര്യനാട് ജംഗ്ഷനിൽ പൊതുദർശനത്തിന് കൊണ്ടുവന്നിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പൊതുദർശനം നടന്നു. ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള KS ശബരിനാഥ്, ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അടക്കം ആരോപിച്ചത് ഇത്തരത്തിലുള്ള CPMന്റെ വേട്ടയാടലാണ് ശ്രീജയുടെ മരണത്തിന് കാരണമെന്നാണ് പറയുന്നത്. കാരണം ശ്രീജയ്ക്ക് വ്യക്തിപരമായി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്